റേയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയുള്ള പേരൻസ് ആണ് അമലും ജ്യോതിയും? അപ്പൊ ഞാനൊക്കെ ആദ്യത്തെ എനിക്ക് 2 കുട്ടികളാണ്. അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ അടുത്ത് ഭയങ്കര ഹെലികോപ്റ്റർ പാരന്റിങ്ങും, രണ്ടാമത്തെ കുറച്ച് വിട്ടുകൊടുക്കലും അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? ഹെലികോപ്റ്റർ പാരന്റിങ് ഒട്ടുമല്ല. അവനെ അവന്റെ രീതിയിൽ അവന്റെ ഇഷ്ടങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ വളർത്തണം എന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു സെലിബ്രിറ്റി കിഡായിട്ട് വളരരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ, ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ എന്ത് രീതിയിലൊക്കെയാണ് വളർത്തുന്നതെന്നുള്ളത്. അവന് കൊടുക്കുന്നത് ഏറ്റവും സ്വാതന്ത്ര്യമായിരിക്കും അല്ലേ? ആ സ്വാതന്ത്ര്യം അതാ പറയുന്നത്. അത് പക്ഷെ ഭയങ്കര അത് മിസ്യൂസ് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളെ കൊണ്ട്. അപ്പൊ ഈ പറയുന്ന ഞങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ശരിയാണോ എന്ന് പോലും അറിയില്ല. അപ്പൊ നമ്മള് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കുട്ടികളെ വളർത്തിയിട്ട് ഈ പ്രായത്തിലുള്ള കുട്ടികളെ നേരത്തെ നോക്കിയിട്ടുള്ളവരോടും ഒക്കെ നമ്മൾ അവരുടെ അടുത്ത് ഒപ്പീനിയൻസ് ചോദിക്കും. അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ അമ്മയോട് ചോദിക്കും. അങ്ങനെ ഒരു കൂട്ടായ പ്രയത്നമായിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല അവന്റെ ലൈഫില്. ഇപ്പം ബൊഗെയിൻവില്ലയിലെ റീത്തുവിലൂടെ തിരിച്ചു വന്ന ജ്യോതിയെ ഇനി വീണ്ടും എന്നായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണാൻ പറ്റുക? എനിക്കും അറിയില്ല കേട്ടോ എന്നാണ് എന്നുള്ളത്. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് ഞാനും അമലും രണ്ടുപേരും ഷൂട്ടിന് പോകുമ്പോൾ മോനെ ഒരാളെ സേഫായിട്ട് ഏൽപ്പിച്ചിട്ട് വേണമായിരുന്നു പോവാൻ. അപ്പം എൻ്റെ മദർ ഇൻ ലോ ആയിരുന്നു ആ റോള്. മദർ ഇൻ ലോയും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും അങ്ങനെ ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തിന്റെ അവരുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും ഇവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ ഇവരെനിക്കൊരു അവസരം തരുമോ എന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ബൊഗെയിൻവില്ല കണ്ടവരെല്ലാം തന്നെ ഒരു അവസരം തരും ജ്യോതിക്ക്. കാരണം അത്രമേൽ മികച്ചൊരു കഥാപാത്രം അല്ലേ ജ്യോതി? ഏറ്റവും ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഋതുവിനെ ആയിരിക്കും? ഈ പറഞ്ഞ പോലെ ഈ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഡിയർ ആണ്. പക്ഷെ എങ്കിലും എനിക്ക് ഈ ക്യാരക്ടറിനോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ട് എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ഒരു പക്ഷേ ഇത്രയും നാളിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എനിക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയൊക്കെ നോക്കുമ്പം പിന്നെ എൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പാർട്ട്ണറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. സോ എല്ലാം കൊണ്ടും ഐ തിങ്ക് ഇതെനിക്കൊരു ഡിയർ പ്രോജക്റ്റാണ്.